സൗണ്ട് റെക്കോർഡ് അപ്പോൾ റെക്കോർഡാവും. വീഡിയോയിൽ ഇത് വന്നാൽ മതി, അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ കഴിഞ്ഞ 41 ദിവസമായിട്ട് നമ്മളിവിടെ ഈ പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുന്ന ശനീശ്വര ഹോമം, ശനീശ്വര ആരാധന, അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന നിലയ്ക്കാണ് നമ്മളിവിടെ ഈ ശനീശ്വര മണ്ഡല സമാരാധന എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം തൃപ്പാളൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചുമർ ചിത്രകലയാണ്. നിങ്ങളവിടെ പോവുകയാണെങ്കിൽ ഭഗവാന്റെ പിന്നിലായിട്ട് വാസുകി ശയനം, ഒപ്പം തന്നെ സപ്തകക്ഷ്യ പ്രപഞ്ച ഘടന അവിടെ രേഖപ്പെടുത്തി വെച്ചത്. അത് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു വാസുദേവൻ, കാവശ്ശേരിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന വാസുദേവൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ വയനാട് മാനന്തവാടി തിരുനെല്ലി ക്ഷേത്രത്തിലെ അവിടെ ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ തപസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മഹർഷിയുടെ കയ്യിൽ നിന്നും ഉപദേശ രൂപേണ അദ്ദേഹം അതിൻ്റെ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങുകയും അങ്ങനെ അത് തൃപ്പാളൂർ ക്ഷേത്രത്തിലെ ചുമർ ചിത്രകലയായിട്ട് വരച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാം. അപ്പം അതിൽ സപ്തകക്ഷ്യാമണ്ഡലം എന്ന് പറയും. സപ്തകക്ഷ്യാമണ്ഡലം എന്ന് പറയുന്നത് നടുക്ക് ആദിത്യൻ, നിങ്ങൾക്ക് അവിടെ കാണാം, ചുവന്ന റൗണ്ടാണ് ആദിത്യൻ. അത് കഴിഞ്ഞാൽ ചന്ദ്രൻ, പിന്നെ ചൊവ്വ, പിന്നെ ബുധൻ, പിന്നെ ബൃഹസ്പതി, പിന്നെ ശുക്രൻ, പിന്നെ ഏറ്റവും വലുതായിട്ടുള്ള ലാസ്റ്റ് ഉള്ളതാണ് ശനീശ്വരൻ്റെ മണ്ഡലം. നമ്മളിവിടെ സ്ഥല പരിമിതി കാരണം ചെറുതായി ഇട്ടതാണ്. ഇത് ഒരു പകുതി ഭാഗമാണ്, ഇതിൻ്റെ പകുതി ഭാഗം അപ്പുറത്തുണ്ട്. കാരണം ഒരു ഓവൽ ഷേപ്പിലാണ് വരിക. അപ്പോൾ അതിൽ 12 രാശികൾ ഉണ്ട്. ഒപ്പം തന്നെ രാഹു കേതു നോർത്ത് പോള് സൗത്ത് പോളിൽ പെട്ടിട്ടുള്ള 2 ശക്തികളാണ് അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സപ്ത ഋഷിമണ്ഡലമുണ്ട്, ധ്രുവമണ്ഡലമുണ്ട്. കൂടാതെ നമ്മുടെ കേരളീയ ജ്യോതിഷത്തിലെ ഗുളികനും ഉണ്ട്. ഇങ്ങനെ സപ്തകക്ഷി എന്ന് പറയുന്ന കക്ഷ്യ അത് പറയുന്ന സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം, ചൊവ്വയുടെ അങ്കാരക മണ്ഡലം, ബുധമണ്ഡലം, ബൃഹസ്പതി മണ്ഡലം, ശുക്രമണ്ഡലം, ശനിമണ്ഡലം, ഇങ്ങനെ 7 ഗ്രഹങ്ങളാണ് പ്രധാനമായും ഉള്ളത്. രാഹുവും കേതുവും 2, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗത്ത് പോളാർ നോർത്ത് പോളാറിലുള്ള 2 ശക്തി വിശേഷങ്ങളാണ്. അവർ 2 പേരെയും 2 ഭാഗത്തായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഗുളികനും, പിന്നെ 12 രാശികളും, അതുപോലെ അവിടെ സപ്തർഷി മണ്ഡലം, ധ്രുവമണ്ഡലം, ഇങ്ങനെയാണത് വരിക. അപ്പോൾ ഇതിൽ എല്ലാ ഗ്രഹങ്ങൾക്കും രാശികൾക്കും എല്ലാവർക്കും ശിംശുമാരൻ എന്ന് പറയുന്ന സങ്കല്പം കൂടി ഇതിലുണ്ട്. അതാണ് ഈ അറ്റത്തെ മഞ്ഞ പത്മം. ശിംശുമാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങളെയും രാശികളെയും ഗ്രഹങ്ങളെയും എല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു വിരാൾ പുരുഷനാണ് ഈ ശിംശുമാരൻ. അതായത് അരയ്ക്ക് കീഴ്പ്പെട്ട് മുതലയായിട്ടും അരയ്ക്ക് മുകളിൽ മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലുമാണ് ഈ ശിംശുമാരൻ. അങ്ങനെ നമ്മുടെ ക്ഷീരപദം എന്ന് പറയുന്ന ആകാശഗംഗ എന്ന് പറയുന്ന അതിലുള്ള ആ കക്ഷികളെ ഒക്കെ തന്നെ പൂജിച്ച് അതിൽ പ്രാധാന്യം ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത് ശനിയാഴ്ചയാണ്. നമ്മളെ ഈ ശനിമണ്ഡല സമാരാധനയുടെ ഒരു പരിസമാപ്തി ഘട്ടത്തിൽ ശനീശ്വരനുള്ള പൂജയാണ്. അപ്പോൾ ശനീശ്വര മണ്ഡലമാണ് നമ്മളവിടെ പത്മം ഇട്ട് വെച്ചിരിക്കുന്നത് വലുതാക്കിയിട്ട്. ബാക്കി എല്ലാത്തിനും അതിനെതിരെ മണ്ഡല പൂജകളുണ്ട്. കാരണം നക്ഷത്രങ്ങൾക്ക് മണ്ഡലമുണ്ട്, രാശികൾക്ക് മണ്ഡലമുണ്ട്, ഓരോ ഗ്രഹങ്ങൾക്കും മണ്ഡലമുണ്ട്. പിന്നെ മൊത്തം ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് ഈ ആകാശഗംഗ. അപ്പോൾ വലിയൊരു കോസ്മിക് വിഷൻ അതിൽ വരുന്നു. അതിൽ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്ന് ആണ് ഇനി മറ്റുള്ള പാശ്ചാത്യ ലോകം പറയുന്നത്. ഓരോ നിമിഷവും വികസിച്ച് വരുന്ന പ്രപഞ്ചമാണ് ഇതിൻ്റെ കേന്ദ്രം. അപ്പം ഇന്നിപ്പോൾ നമ്മൾ മൾട്ടി യൂണിവേഴ്സ് എന്നുള്ള സങ്കല്പത്തിലെത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതേപോലെയുള്ള നമ്മുടെ ആകാശഗംഗ അല്ലെങ്കിൽ ക്ഷീരപഥം, മിൽക്കി വേ എന്ന് പറയുന്ന അനവധി സൗരയൂഥങ്ങൾ ചേർന്നാണ് നമ്മുടെ പ്രപഞ്ചം.
എന്ന് പറയുന്നുണ്ട്. അതിന് മൾട്ടിവേഴ്സ് എന്നാണ് പറയുക. അപ്പം അങ്ങനെ ഇത് ഒരു മറ്റൊരു രീതിയിലാണെങ്കിലും നമ്മുടെ ഈ ഭാരതത്തിലെ ഋഷികൾ സാക്ഷാത്കരിച്ചിരുന്നു. പക്ഷേ ആധുനിക ശാസ്ത്രത്തിൻ്റെ രീതിയിലല്ല എന്ന് മാത്രം. അവരവരുടെ ഉള്ളിലുള്ള ഉൾക്കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി വച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളത്. അത് ആധുനിക ശാസ്ത്രം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ പറ്റുന്നത് കൊണ്ട് അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതങ്ങനെ നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. എന്നാൽ കാര്യകാരണ ബന്ധത്തോടുകൂടി